മോളുടെ മുഖം തെളിഞ്ഞല്ലോ. മുഖത്ത് ഇപ്പൊ ചന്ദ്രൻ ഉദിച്ചതുപോലെ. രാധമ്മേ, അസിസ്റ്റന്റ് വൈദ്യരെ, ആശാനേ, ഓടിവാ ഓടിവാ. എന്താ എന്താ ദേ നമ്മളുടെ മോളുടെ മുഖത്തേക്ക് നോക്കിയേ. ഇപ്പൊ ഇവളായോ ഇവരുടെ മകള്? ഞാൻ മരുമകളാണെന്ന കാര്യം ഇവര് മറന്നു. മുഖത്തൊരു വെട്ടം വന്നില്ലേ? ആ മൂച്ചേട്ട മോന്തയൊക്കെ ഇപ്പൊ മാറിയില്ലേ? ശരിയാണല്ലോ, ക്ഷീണമൊക്കെ അങ്ങ് മാറി. മോള് പഴയതുപോലെ സുന്ദരിയായി. എന്നാലും അമ്മയുടെ ഒരു കഴിവ് എന്താ പറയാ, വൈദ്യശിരോമണിയാ. ഇതൊക്കെ എന്റെ അച്ഛൻ പാൽക്കാവടി പത്മനാഭൻ വൈദ്യന്റെ ഗുണോ. എന്തായാലും എന്തോരു ഐശ്വര്യം. പിന്നെ ആ വൃത്തികെട്ട രുക്മിണിയുടെ ബന്ധുവാണെന്നുള്ള കാര്യം ഇനി ആരോടും പറയണ്ട. നമുക്കതൊക്കെ നാണക്കേടാ. അമ്മയുടെ മർമ്മരുന്ന് ഫലം കണ്ടെന്ന കാര്യം ഞാൻ രാജുവിനോട് മോളോടൊന്ന് വിളിച്ചു പറഞ്ഞേക്കാം. ആ നടി, നീ തന്നെ വിളിച്ചു പറ. ഹലോ രാധമ്മ. ആ മോളെ, ഒരു സന്തോഷകാര്യം പറയാനാ വിളിച്ചത്. സന്തോഷമുള്ള കാര്യം എന്താ രാധമ്മ? മോളെ, കൊച്ചമ്മണി വെല്ലുമ്മയുടെ മറുമരുന്ന് ഫലം കണ്ടു തുടങ്ങി. ശ്രീമോളുടെ ടെൻഷനും ക്ഷീണവും ഒക്കെ മാറി. ക്ഷീണമൊക്കെ കുറഞ്ഞു. അസുഖം കുറഞ്ഞെന്നോ? രാജു, ശ്രീയുടെ അസുഖമൊക്കെ മാറിയെന്ന്. വെരി ഗുഡ്. രാധമ്മ, ശ്രീയോട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ. ഞങ്ങള് നാളെ രാവിലെ വരാവേ. ശരി മോളെ. ആ മോളെ, ശ്രീയുടെ അസുഖത്തിന് ഒത്തിരി കുറവുണ്ട്. അതിന് ഞാനെന്തോണം? ബാധ മാറി വീണതാ, മനസ്സിലായില്ലേ? ശ്രീലക്ഷ്മിയുടെ ബാധ പ്രിയക്ക് മാറിക്കിട്ടി. ഇനി അവളെ ചികിത്സിക്കണം. ഓ, എന്തായാലും കൊച്ചിന്റെ അസുഖം മാറിയല്ലോ. ദൈവത്തിന് നന്ദി. ഞങ്ങക്ക് അമ്മയോട് നന്ദി പറയാനുള്ളത്. നന്ദി, 1000 നന്ദി. കണ്ടാൽ ഒരു ലുക്ക് കുറവാണെന്നേ ഉള്ളു വേണു ആശാനെ. സവാള പോലുള്ള ഹൃദയമാ എനിക്ക്. എന്റെ ഉള്ളിലൊന്നുമില്ല.